السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله مولانا العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഇബാദത്തായി നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ മശായിഖന്മാരുടെ ഹഖ് ജാഹ ബറക്കത്ത് കൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബിന്റെയും ആലിന്റെയും ഒക്കെ ഹഖ് ജാഹ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാന്യരായ വാദി നഅമ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ശ്രോതാക്കളെ, ബഹുമാനപ്പെട്ട OMS തങ്ങൾ, അതുപോലെയുള്ള മറ്റു സാദാത്തുക്കൾ, ഉലമാക്കൾ, സഹോദരങ്ങൾ, പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഇന്റെ ആദ്യ രാത്രിയിൽ തന്നെ, ഈ വർഷത്തെ ആദ്യ രാത്രിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം സംസാരിക്കുന്നതിന് അവസരമൊരുക്കിയ ഈ ഗ്രൂപ്പിന്റെ ബന്ധപ്പെട്ട ആളുകളെ അഭിനന്ദിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വാട്സപ്പിലായതുകൊണ്ട് ദീർഘമായ സംസാരങ്ങൾ ആരും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള സംസാരമാകുമ്പോൾ ഇത് പറയുന്ന എന്റെ വീട്ടിലും ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലും അള്ളാഹുവിന്റെ ബറക്കത്ത് പ്രത്യേകമായി ഉണ്ടായിത്തീരുമെന്നതിൽ സംശയമില്ലല്ലോ. മാത്രവുമല്ല, അവിടുത്തെ മദ്ഹുകൾ പറയുന്നത് ഒരുപാട് വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭ്യമാകാനും കാരണമായി തീരും എന്നതിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട OMS തങ്ങളുടെ ഉദ്ഘാടന ഭാഷണം കേട്ടു നിന്നതുകൊണ്ടാണ് അല്പം വൈകിയത്. വളരെ നല്ല ഗഹനമായ, ഏറെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട തങ്ങളവர்கள் പറഞ്ഞത്. ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കും അവസാനിപ്പിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നാ അർസൽനാക, നിശ്ചയമായും നബിയെ നാം നിങ്ങളെ നിയോഗിച്ചു, ഷാഹിദൻ, സാക്ഷിയായിട്ട്, വ മുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ടും, വ നദീറൻ, മുന്നറിയിപ്പുകാരനായിട്ടും, വ ദാഇയൻ ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനായിട്ടും, ബിഇദ്നിഹി, അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം, പ്രത്യേകമായ കൽപ്പന പ്രകാരം, വസിറാജൻ മുനീറ, വസിറാജൻ മുനീറ, പ്രകാശിപ്പിക്കുന്ന വിളക്കായിട്ടും നിങ്ങളെ നാം അയച്ചു. ഇവിടെ വിഷയം തന്നെ പ്രകാശമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ്. അള്ളാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചെടുത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയെടുത്ത് പറഞ്ഞത്, ഇന്നാ അർസൽനാക, നിശ്ചയമായും നിങ്ങളെ നാം അയച്ചു എന്ന്. എന്നിട്ട് ഷാഹിദൻ, ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധ്യമാകും. ഷാഹിദൻ, സാക്ഷിയായിട്ട്. സാക്ഷി നിൽക്കണമെന്നുണ്ടെങ്കിൽ ശരിക്ക് കാണേണ്ടത് കാണുകയും കേൾക്കേണ്ടത് പറയുന്നതായി കാണുകയും കേൾക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് സാക്ഷി നിൽക്കാൻ സാധ്യമാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാക്ഷി നിൽക്കുന്നത് ആർക്കാണ്? ഏതു കാലം മുതലുള്ളതിനാണ്? ഏതുവരെയുള്ളതിനാണ്? ആ സാക്ഷിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞുപോയ ഉമ്മത്ത്
കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെയും അവരുടെ ദൗത്യ നിർവഹണം നടത്തിയിരിക്കുന്നു എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി നിൽക്കും. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയായി കൊണ്ടുവരികയാണ്. അപ്പൊ എല്ലാറ്റിനും സാക്ഷിയായി, മാത്രവുമല്ല അവിടുത്തെ ഉമ്മത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനൊക്കെ സാക്ഷി നിൽക്കണമെങ്കിൽ അതൊക്കെ നേരിട്ട് കാണണം. അവിടുന്ന് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗളയിൽ നിന്ന് ഇന്നും ലോകത്തിന്റെ ഏത് ഭാഗത്തും നടക്കുന്ന പ്രവർത്തനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കൃത്യമായി സാക്ഷി പറയാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധ്യമാവുകയും ചെയ്യും. അതിലൊന്നും അത്ഭുതപ്പെടേണ്ടതില്ല. നമ്മൾ ഖബറിലെത്തുമ്പോ ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താ പറയുക എന്നാ ചോദിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഒരാളുണ്ട്, അതിനെങ്ങനെ സാധ്യമാകുമോ? ഇത്രയൊക്കേറെ ഖബറുകളിൽ ഒരാളെ കാണാൻ കഴിയുമോ? യാതൊരു സംശയവും വേണ്ട. സൂര്യൻ ഉദിച്ചാൽ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ആ സൂര്യനിലേക്ക് ചൂണ്ടി ഇതിനെ സംബന്ധിച്ച് എന്തു പറയുന്നു എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ സൂര്യനേക്കാൾ വലിയ പ്രകാശമായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ ഏതു ഭാഗത്തും ഉദിച്ചുയരാനും അവിടെയൊക്കെ പ്രത്യക്ഷപ്പെടാനും സാധ്യമാകും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം റൗളയിൽ നിന്ന് കാണുകയാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ. ഇനി അതിൽ പറഞ്ഞ ഓരോ വിഷയങ്ങളും അങ്ങനെ തന്നെ വിശദീകരിക്കേണ്ടതാ. മുബശ്ശിറും നദീറും വദാഇൻ ഇലല്ലാഹി ഇലൈഹി. അത് നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസിറാജം മുനീറ ഉണ്ടോ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് പ്രകാശിപ്പിക്കുന്ന വിളക്കായി, എന്നും പ്രകാശം ചൊരുത്തുന്ന വിളക്കായിട്ടാണ് അല്ലാഹു തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചതെന്ന് പ്രവാചകരോട് തന്നെ സംബോധനം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്. ഇനി വേറെയും ഖുർആനിലെ വേറെയും ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. യാ അഹ്ലൽ കിതാബി ഖദ് ജാഅകും റസൂലുനാ യുബയ്യിനു ലക്കും കസീറൻ മിമ്മാ കുൻതും തുഖ്ഫൂന മിനൽ കിതാബ് വയഅഫു അൻ കസീർ ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. സൂറത്തുൽ മാഇദയിൽ ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ, നിങ്ങൾക്ക് നിശ്ചയമായും അല്ലാഹുവിൽ നിന്ന് പ്രകാശം വന്നിട്ടുണ്ട്. ആ പ്രകാശം എന്നതിന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായാണ്. നൂറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മഹാന്മാരായ സഹാബത്തിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന സ്വഹാബത കാനൂ യഖൂലൂന ഇന്ന വജ്ഹഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കൽ ഖമർ. മഹാന്മാരായ സഹാബ പറയാറുണ്ടായിരുന്നു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം നിശ്ചയമായും കൽ ഖമർ, അത് ചന്ദ്രനെ പോലെയായിരുന്നു. ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തിന്റെ ഉടമയായിരുന്നു പുണ്യപ്രവാചകൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബ പറഞ്ഞിരുന്നുവെന്ന് നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ പ്രവേശിച്ചപ്പോൾ അല്ലാഹു മിൻഹാ കുല്ലു ഷൈ, മദീനയിലെ മുഴുവൻ കാര്യങ്ങളും മുഴുവൻ വസ്തുക്കളും പ്രകാശിച്ചു എന്ന് തുർമദിയിലും മറ്റുമൊക്കെ ഹദീസുകളിലുണ്ട്. പ്രവാചകരുടെ തിരുസാന്നിധ്യം തന്നെ വലിയ പ്രകാശത്തിനു കാരണമായി തീരുകയാണ്. ആ പ്രകാശത്തെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മഹ്ദി റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെ സൂചി നിലത്ത് വീണു. എത്ര തിരഞ്ഞിട്ടും ലഭ്യമായില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നു. ആ മുഖത്തു നിന്ന് പ്രസരിക്കുന്ന പ്രകാശത്താൽ എനിക്ക് ആ സൂചിയെ പെറുക്കിയെടുക്കാൻ സാധ്യമായി എന്ന് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം, ആ പ്രകാശത്തിൽ അകത്തു വീണ സൂചി പോലും കണ്ടെത്താൻ കഴിഞ്ഞുമായിരുന്നു എന്ന് പുണ്യ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അവിടുത്തെ പ്രകാശം അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഈ വാക്കുകൾ തന്നെ മതി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂര്യപ്രകാശത്തിൽ നിൽക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നിലാവെളിച്ചത്തിൽ നിൽക്കുകയാണെങ്കിൽ, നടക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ വ്യക്തമാകുമായിരുന്നില്ല എന്ന് കിതാബുകളിലുണ്ട്. കാരണം അതിലേറെ വലിയ പ്രകാശമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, പ്രവാചകർക്ക് നിഴലുണ്ടായിരുന്നില്ല. സൂര്യപ്രകാശത്തിൽ നിൽക്കുമ്പോൾ സൂര്യപ്രകാശത്തെക്കാൾ മികച്ചു നിൽക്കും. മറ്റേത് പ്രകാശത്തിൽ പ്രവാചകർ നിൽക്കുകയാണെങ്കിലും അതിനേക്കാൾ വലിയ പ്രകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കാണാമായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ധരിക്കുന്ന ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എല്ലാ പ്രകാശവും എല്ലാ വെളിച്ചവും അവിടെ നിന്ന് ലഭിച്ചതാണ്. യഥാർത്ഥത്തിൽ ആ വെളിച്ചത്തെയാണ് അല്ലാഹു തആല ആദ്യമായി പഠിച്ചത്. ജാബിർ റളിയല്ലാഹു തആല അൻഹു ധരിക്കുന്ന ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജാബിർ റളിയല്ലാഹു തആല ചോദിക്കുന്നു, നബിയെ, എല്ലാറ്റിനും ആദ്യമായി പഠിച്ചത് എന്താണ്? അള്ളാഹു എന്തിനെയാണ് ആദ്യമായി പഠിച്ചത്? മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി, ജാബിറെ, നിന്റെ നബിയുടെ പ്രകാശമാണ് എല്ലാ വസ്തുക്കൾക്കും മുമ്പേ അള്ളാഹു പഠിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് മറുപടിയായി നൽകുന്നത്. ഇതിൽ നിന്ന് ആദ്യമായി ഇവിടെ പടക്കപ്പെട്ടത് പുണ്യപ്രവാചകരുടെ പ്രകാശമാണെന്നും ആ പ്രകാശത്തിൽ നിന്നാണ് സകലമാന സംഗതികളെയും അല്ലാഹു തആല പഠിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള പ്രകാശമായ പുണ്യനബിയെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും അനുസരിക്കാനും അംഗീകരിക്കാനും നമുക്ക് സാധ്യമാകണം. അതാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ ഏറ്റവും വലിയ പ്രധാന ഘടകമെന്ന് നാം തിരിച്ചറിയണം. ദീർഘിപ്പിക്കുകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടും അവിടുത്തെ മഹത്വം സ്വീകരിച്ചുകൊണ്ടുമല്ലാതെ മുഅ്മിനായി ജീവിക്കാൻ സാധ്യമാകില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി ഇല്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകാര്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ വിശ്വസിച്ചു, മുഹമ്മദുർ റസൂലുള്ളാഹി അയാൾ അംഗീകരിച്ചില്ലെങ്കിൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഒരു ഫലവുമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി കൂടി വേണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനപ്പെട്ട തങ്ങൾ OMS തങ്ങൾ സൂചിപ്പിച്ചതുപോലെ സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടുകൊണ്ടും നമ്മൾ ജീവിക്കുക. പ്രത്യേകിച്ചും ഈ മഹാമാരിയൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ മദ്ഹുകളും മറ്റുമൊക്കെ പറഞ്ഞ് അവിടുത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. എന്തർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഖാദിയാദ് തങ്ങളുടെ ഷിഫയിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധ്യമാകും. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കാനുള്ള മാനദണ്ഡം 4: ജമാലി, കമാലി, ഇഹ്സാൻ, ഖറാബ. ഈ 4 കാര്യങ്ങളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുണ്ട്. വിശദീകരിക്കുകയല്ല, വിഷയത്തിൽ നിന്ന് തന്നെ മാറുകയുമല്ല. സ്വാഭാവികമായും പ്രകാശം എന്ന വിഷയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കേണ്ടത്. പക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോഴും നമുക്ക് വേണ്ടത് വിജയത്തിന്റെ അടിസ്ഥാനം അളവിടത്തോടുള്ള സ്നേഹമാണ്. ജമാൽ, ഏറ്റവും വലിയ സൗന്ദര്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. കമാൽ, എല്ലാ അർത്ഥത്തിലുമുള്ള പൂർണ്ണത. ഫഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് കമാൽ. ഇഹ്സാൻ, നന്മ ചെയ്യുക. ഒരാൾ മറ്റൊരാളിനോട് സ്നേഹം തോന്നണമെങ്കിൽ അയാൾ നന്മ ചെയ്യുമ്പോൾ സ്നേഹം തോന്നും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ നന്മ ചെയ്തിട്ടുള്ള ആരാണ്? ഏറ്റവും വലിയ രക്ഷകനായി, ഏറ്റവും വലിയ പ്രാർത്ഥന ഉമ്മത്തിന് വേണ്ടി കാത്തുവെച്ചവരായി മറ്റാരുണ്ട്? വലിയ ഇഹ്സാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹിദായത്ത് നൽകിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സൗന്ദര്യം സ്നേഹിക്കുന്നതിന് കാരണമാണ്. നബിതങ്ങളെക്കാൾ വലിയ സൗന്ദര്യമുള്ളവനില്ല. അതുപോലെ തന്നെ ജമാൽ, കമാൽ, പൂർണ്ണതയും. ഒരാൾക്ക് നല്ല എല്ലാത്തിലും പൂർണ്ണത വരുമ്പോൾ അയാളുടെ സ്നേഹം ഉണ്ടാവും. പിന്നൊന്ന് ഖറാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബം അബാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ കുറിച്ച് ഉമ്മഹാത്ത് എന്ന് വിശദീകരിച്ചു എന്ന് പറഞ്ഞ ആയത്തിൽ റസൂലുള്ളാഹി ഉപ്പയാണെന്ന് ചില ഖിറാഅത്തുകളിലൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സ്നേഹിക്കാൻ എന്തൊക്കെ മാനദണ്ഡങ്ങളുണ്ടോ അതൊക്കെ അടുത്ത് എത്തിക്കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
പിൻപറ്റി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. ഈ പരിശുദ്ധമായ മാസത്തിലെ ആദ്യത്തെ രാത്രിയിൽ ഈ നിലക്ക് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട്, ഇതിന് കളമൊരുക്കിയതിന്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിരവധി ആളുകൾ പ്രാർത്ഥിക്കാൻ എന്റെ തൊട്ട് അയൽവാസിയായ ചെറുപ്പക്കാരൻ 30 വയസ്സിന് താഴെയുള്ള സുഹൃത്ത് ഇന്ന് ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടത് പറക്കമറ്റ ചെറിയ മക്കൾ, 2-3 മക്കളുണ്ട്. വലിയ മകന് 13 വയസ്സായിട്ടുള്ളൂ. പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മോട് ബന്ധപ്പെട്ട പലരും, എല്ലാവർക്കും അല്ലാഹു തആല ഖൈർ നൽകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട സമീർ അലി ശിഹാബ് തങ്ങളുടെ പിതാവ് അടുത്ത ദിവസം മരണപ്പെട്ടു പോയി. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെയൊക്കെ ബന്ധപ്പെട്ട മരണപ്പെട്ട ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവരെയും നമ്മെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ച് നാളെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു സംഗമിച്ചു തെരുമാറാവട്ടെ. അതീപവത്തനം അല്ലാഹു കാരണമാക്കി തരട്ടെ. പ്രാർത്ഥനാ വസിയത്തോടെ വാഹു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.